ഉത്തര കേരളത്തിലെ അതിപ്രശസ്തമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളായി. This news is brought to you by അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഉത്തര കേരളത്തിലെ അതിപ്രശസ്തമായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളായി. മെയ് 6 മുതൽ 16 വരെയുള്ള 10 ദിവസങ്ങളായിട്ടാണ് ആഘോഷം നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പ്രാദേശികമായി ഏറെ പ്രത്യേകതകളുള്ള വടക്കിൻ്റെ വൈകുണ്ഠം എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേത്രത്തിൽ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുകയെന്നും ഏറെ പുരാതനമായ ക്ഷേത്രത്തിൽ മഹോത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ക്ഷേത്രം പ്രസിഡന്റ് കൊടക്കാടൻ ബാലകൃഷ്ണൻ, സെക്രട്ടറി ഗണേശൻ മാസ്റ്റർ, മുൻ പ്രസിഡന്റ് കുടുക്കേൻ രാഘവൻ, യാദവസഭ യൂണിറ്റ് പ്രസിഡന്റ് കൂത്തൂർ സുരേന്ദ്രൻ എന്നിവർ പറഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഏതാണ്ട് 5 ലക്ഷത്തോളം ജനങ്ങൾ പ്രാർത്ഥനയ്ക്കായി വരുന്ന ക്ഷേത്രമാണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. മെയ് 5-ന്, അതായത് മേടം 21-ന് കളിയാട്ടം ആരംഭിക്കുന്നതും അന്നേ ദിവസം രക്തചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും തോറ്റങ്ങൾ അരങ്ങിലെത്തുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം മെയ് 6-ന് പകല് ശ്രീ രക്തചാമുണ്ടിയുടെയും ശ്രീ വിഷ്ണുമൂർത്തിയുടെയും കോലങ്ങൾ തിരുവരങ്ങിലെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു. പിന്നീട് ഉള്ള ദിവസം രാത്രിയിലാണ് കളിയാട്ടം നടക്കുന്നത്. എന്നാൽ മെയ് 15-ന് അവസാന ദിവസം ഈ വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും കോലങ്ങൾ തിരുവരങ്ങിലെത്തുന്നു. രക്തചാമുണ്ടിയുടെ കോലം തിരുവരങ്ങിലെത്തുന്നത് രാവിലെ 9 മണിക്കും അതുപോലെ വിഷ്ണുമൂർത്തിയുടെ കോലം അരങ്ങിലെത്തുന്നത് ഉച്ചക്ക് 1 മണിക്കുമാണ്. നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ, ഇപ്പോൾ ജനങ്ങൾക്ക് എളുപ്പം ഭക്ഷണം അന്നദാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ ബേലി പാലം ഉൾപ്പെടെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മെച്ചപ്പെട്ട റോഡുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ശുചിത്വത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ശ്രീ വൈകുണ്ഠം എന്ന പേരിൽ മാലിന്യ നിക്ഷേപ നടത്തുന്ന ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ കച്ചവടക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ശുചിത്വത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 6 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് അന്നദാനം കഴിച്ച് സ്വീകരിച്ച് പോയിട്ടുണ്ട്.
അതേപോലെ ഈ വർഷവും ഒരു ഏകദേശം 7-7 ലക്ഷം 8 ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തുമെന്നാണ് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ വിപുലമായ ഒരുക്കങ്ങളും കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും യാദവസഭയുടെ നേതൃത്വത്തിലും വളരെ ഗംഭീരമായ ഒരുക്കങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഏത് സാഹചര്യവും നേരിടാനുള്ള എല്ലാ സന്നദ്ധ ഇതും കൂടി ഇവിടെ ഫയർഫോഴ്സിൻ്റെ കാര്യത്തിലും അല്ല ഹെൽത്തിൻ്റെ കാര്യത്തിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ഫുൾ അല്ല പഞ്ചായത്തിൻ്റെയും ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെയും ഹെൽത്തിൻ്റെയും എല്ലാ സഹകരണം ക്ഷേത്ര കമ്മിറ്റിക്ക് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച ഒരു സംവിധാനമാണ് ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ആരംഭം കുറിച്ചുകൊണ്ട് 3 മെയ്യിൽ വളരെ ഗംഭീരമായ ഒരു കലവറ നിറക്കൽ ഘോഷയാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അത് 2 ദിവസം മുന്നേ അവർ വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടത്തി കഴിഞ്ഞു. ഇന്നിപ്പം ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് വൈകുന്നേരം 6:30 നട തുറക്കലോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവാദി കർമ്മങ്ങൾ തുടങ്ങിയാണ്. എല്ലാ ഭക്തജനങ്ങളും ആ സമയത്ത് ഇവിടെ എത്തിച്ചേരും. അതേപോലെ രാത്രി 8 മണിക്ക് 10 മണിക്ക് തോറ്റത്തിൻ്റെ പുറപ്പാടും 11 മണിയാകുമ്പോഴേക്കും ചാമുണ്ഡി തോറ്റത്തിൻ്റെ പുറപ്പാടും രാവിലെ ഒരു 10 മണിക്ക് ചാമുണ്ഡി ഏഷ്യയുടെ പുറപ്പാടും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് ഉച്ചയ്ക്ക് 1 മണിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം തുലാഭാരവും ഭക്തജനങ്ങൾക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിനുള്ള നാളെ ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹോത്സവ കാലത്ത് 1.5 ലക്ഷത്തിലേറെ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. വിഷഹാരിയായ ശ്രീ വിഷ്ണുമൂർത്തിയുടെ സന്നിധിയിൽ മഹോത്സവത്തിന്റെ ആരംഭ ദിനത്തിലും സമാപന ദിനത്തിലും മാത്രമാണ് പകൽ സമയങ്ങളിൽ തെയ്യക്കോലം അരങ്ങിലെത്തുക. മറ്റ് ഉത്സവ ദിനങ്ങളിൽ രാത്രി മാത്രമാണ് തെയ്യക്കോലം കെട്ടിയാടുക എന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.